ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീൻ മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പോണ്ടിച്ചേരിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റൂമായിരുന്നു ഇത്. വൈറ്റ് ടൗണിൽ തന്നെയായിരുന്നു ഈ ഹോട്ടല്. നമ്മൾ അവിടെ വന്നതിന് ശേഷം റൂമൊക്കെ കണ്ടിട്ട് എടുത്തതാണ്. സെക്കൻഡ് ഡേയില് പോണ്ടിച്ചേരിയിൽ നമ്മൾ പോയ സ്ഥലങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ട് നേരെ റോക്ക് ബീച്ചിലേക്കാണ് വന്നത്. രാത്രി നമ്മൾ വന്നപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പകൽവട്ടത്തിൽ എങ്ങനെയാണ് റോക്ക് ബീച്ച് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ നല്ല പാർക്കൊക്കെ ഉണ്ടായിരുന്നു, കുറെ എക്സസൈസിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ രാത്രിയിൽ അത്രയും ആൾക്കാരോ അങ്ങനെ തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറച്ച് കത്തീഡ്രൽസ് ഉണ്ട്, അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ കുറെ നല്ല കഫേസ് ഉണ്ട്, അവിടെ എല്ലാം ഒന്ന് പോയി എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെ പ്ലാന്. അത് മാക്സിമം നമ്മൾ വണ്ടി ഒന്നും എടുക്കാതെ ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ എൻജോയ് ചെയ്ത് തന്നെ പോവാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ ഭയങ്കര ഭംഗിയാണല്ലോ. ഓരോ വീടും ഓരോ കഫേസും എല്ലാം നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോ ആദ്യത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയുമായിരുന്നു, നമ്മൾ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഓരോ കത്തീഡ്രലൊക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അടുത്ത കത്തീഡ്രൽ കുറച്ച് ദൂരം കൂടുതലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് അവിടെ എത്തിയത്. ഈ കത്തീഡ്രൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഇതിന്റെ ഫ്രണ്ടിലുള്ള ഒരു പാർക്കിലേക്ക് പോയി. അതും നമ്മൾ കുറച്ച് നടന്നിട്ടാണ് പോയത്. ഇച്ചുവിനെയും കൊണ്ട് നമ്മൾ വരുമ്പോഴേക്കും നമ്മളുടെ സന്തോഷം മാത്രം നോക്കിയാൽ പോരല്ലോ, അപ്പൊ അവൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പാർക്കിലേക്ക് പോയത്. അവിടെ കുറെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസ്, പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ അവിടെ കുറച്ചു നേരം കളിച്ചു. നമ്മൾ ഇവിടെ വന്നിട്ട് ഗൂഗിളിലെ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ പോണ്ടിച്ചേരി എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ബീച്ചസ് ആണ്. പിന്നെ ഉള്ളത് പള്ളികള്, അമ്പലങ്ങള്, കഫേസ് അങ്ങനെയുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. അമ്പലത്തിന്റെ ഉള്ളില് നമുക്ക് മൊബൈൽ ഒന്നും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് നമ്മൾ വേറെ ഒരു ശിവ ടെമ്പിൾ ഉണ്ടായിരുന്നു, അതും കൂടെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവിടുത്തെ ടെമ്പിൾസ് ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു. ശിവന്റെ അമ്പലം കൂടെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിന്റെ ഒരു മെയിൻ്റെനൻസിന്റെ ഇതിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരെയുള്ള ഒരു ബീച്ചിൽ പോയി. നമ്മള് റോക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇച്ചുവിന് കടലിൽ ഇറങ്ങാനൊക്കെ ഇഷ്ടമുള്ളത് കാരണം ഞങ്ങൾ അടുത്തുള്ള വേറൊരു ബീച്ചിൽ പോയി കുറച്ചു നേരം കടലിലൊക്കെ കളിച്ചതിന് ശേഷമാണ് തിരിച്ച് നമ്മള് വൈറ്റ് ടൗണിലേക്ക് പോയത്. ഇപ്പൊ സമയം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരെ കൊറമാൻഡൽ കഫേയിലേക്കാണ് പോയത്. അവിടുത്തെ ഒരു നല്ല പ്രശസ്തമായിട്ടുള്ള ഒരു കഫേ ആയിരുന്നു ഇത്. നല്ല അടിപൊളി വൈബുള്ള ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കിന് പുറകിൽ ഒരു അനക്കം കേട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ തമിഴ് സിനിമാ നടൻ ആര്യയും കുറച്ച് പേരും കൂടെ അവിടെ നിൽക്കുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നത് കാരണം അവർക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവര് നിൽക്കുന്നു. പിന്നെ ഇവര് നമ്മളെ നോക്കി ചിരിച്ചൊക്കെ കാണിച്ചു, നമ്മളും ചിരിച്ചൊക്കെ കാണിച്ചു, സന്തോഷമായി. മിനിമം 2-3 കഫേ എങ്കിലും നമ്മൾക്ക് വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഓരോ കഫേയിൽ നിന്ന് നമ്മൾ ഒരുപാട് ഭക്ഷണം ഒന്നും കഴിക്കത്തില്ലെന്ന് മുമ്പേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കഫേയിൽ പോകുമ്പോൾ നമുക്കൊന്നും ഓർഡർ ചെയ്യാനൊന്നും പറ്റൂലല്ലോ. കഫേയിലൊക്കെ പോയി നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്താലേ ആ കഫേയുടെ ഒരു ആംബിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പോണ്ടിച്ചേരിയിൽ വന്നിട്ട് കഫേസിൽ കയറാതെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നഷ്ടമാണ് കേട്ടോ. കാരണം പോണ്ടിച്ചേരിയിലെ കഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വൈബാണ്. അങ്ങനെ ഞങ്ങൾ കൊറമെൻഡൽ കഫേയിൽ നിന്ന് പിസ്സയും കോഫിയും ഒക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റിന്റെ കട വഴിയെല്ലാം കയറി ഇറങ്ങി കുറെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് ആ സ്ഥലത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുകയെന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാറുണ്ട്. അങ്ങനെ കുറെ കറക്കമൊക്കെ കറങ്ങി നമ്മൾ അടുത്ത കഫേയിൽ എത്തിയിട്ടുണ്ട്. ഇത് ചെറി പോണ്ട് കഫേ ആണ്. ഈ ഓപ്പൺ ഏരിയ മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നല്ല വേറെ ഏരിയാസ് ഒക്കെ ഉണ്ട്, റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു കുറച്ച് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്പൺ ഏരിയയിൽ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കഫേന്ന് നമ്മൾ ജ്യൂസസും പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇവിടെ നമ്മൾ കൂടുതലും നമ്മുടെ ഇച്ചു ആയിരുന്നു ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ചില സാധനങ്ങളൊന്നും അത്രയും അങ്ങോട്ട് സുഖം തോന്നില്ല. അവൾ അതിന്റെ പടമൊക്കെ കണ്ടിട്ടായിരുന്നു ഓർഡർ ചെയ്തത്. കഫേയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും വൈറ്റ് ടൗണിലെ കുറേ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു. കാരണം അവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ കൂടെ നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും റോക്ക് ബീച്ചിന്റെ അവിടേക്ക് വന്നു. ബീച്ചിലൊക്കെ വന്ന് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ബോറടിച്ചിട്ടാന്ന് തോന്നുന്നു നിശ്ചയിച്ചും അവിടെ ഇരുന്ന് തിരമാലകളെയൊക്കെ വലിച്ച് കരക്കടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറെ സ്കൂൾ കുട്ടികളുടെ
പരേഡിന്റെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. നമ്മുടെ പോണ്ടിച്ചേരി ട്രിപ്പിന്റെ ഈ ലാസ്റ്റ് പാർട്ട് ഇടാനായിട്ട് ഞാൻ കുറേ ലേറ്റ് ആയി. എന്നാലും എനിക്ക് ഇതങ്ങോട്ട് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് എന്റെ ഫ്യൂച്ചർ മെമ്മറി ആണല്ലോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.